എൻ്റെ ബാച്ചുലർ ലൈഫ് അല്ലെ സിംഗിൾ ലൈഫിന് ഇന്നത്തെ ഒരു ദിവസത്തോടുകൂടെ തിരശീല വീഴുകയാണ്. അതായത് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ടുഡേയ്സ് ദ ലാസ്റ്റ് ഡേ. നാളെ രാവിലെ ഒരു 10-12 മണിയോട് കൂടെ ഞാൻ വിവാഹിതനായി മാറുകയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കി എല്ലാത്തിനും ഒരു ബ്ലോഗ് ചെയ്തിന് എൻ്റെത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് എന്താ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന രീതിയിലെല്ലാം നടന്നു വിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ തന്നെ ഒരു ടാസ്ക്കാണ്. പക്ഷെ എന്നാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക. പിന്നെ അതിന് ബാക്കിയുള്ള കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോരോ ഘട്ടമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ബേസിക് വ്ലോഗ്സ്. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരു 3-ാമത്തെ ദിവസം മുന്നേ, അതായത് ഫെബ്രുവരി 28-ാം തീയതി പ്രാക്ടീസ് ആയിട്ട് അവിടെ നമ്മൾ എടുക്കുന്നത് ഡാൻസിന് വേണ്ടിയുള്ളൂ. എനിക്ക് ഡാൻസ് പറഞ്ഞ സാധനം അറിയില്ല, അതാണ് മെയിൻ കോമഡി. ഞാൻ കാണാട്ടോ പ്രാക്ടീസ് നടന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് പ്രാക്ടീസ് നടക്കുന്നത്. അപ്പൊ കല്യാണം പ്രമാണിച്ചുള്ള പണിയാണ് കേട്ടോ ഇതൊക്കെ. മിനുക്ക് കൂട്ടല് കണ്ടോളി എന്താവും അവസ്ഥാനം കണ്ടുനോക്കാം. തുടങ്ങിയിട്ടുണ്ട്, നോക്കാം കൈ. ഇത് പട്ടായല്ല കേട്ടോ. ഗായ്സ്, കല്യാണം കഴിക്കാനുള്ള സത്രപ്പാടിനിടയിൽ ചെയ്ത് കൂട്ടുന്ന കാര്യം കേട്ടോ. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്നുള്ള കണ്ട് കഴിഞ്ഞറിയാം. സീരിയായിട്ട് കഴിച്ചാൽ അങ്ങോട്ട് ഭൂതത്തിൻ്റെ കൊണ്ടിട്ടേ എന്നെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. സിയു ബൈ ബൈ. ഇറങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ അവരെ പണിക്കല്ല, എനിക്കൊന്നും ലിമിറ്റില്ല, സെറ്റായിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വൺ ഡാൻസ് പ്രാക്ടീസ് നടന്നുണ്ട് കേട്ടോ ബേക്കിൽ. ഇതൊക്കെ കല്യാണത്തിന് കണ്ടാൽ മതിയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനും ഉസ്മാനും കൂടെ പോയിട്ട് ഞങ്ങൾ ചെത്തലിൻ്റെ ആളുകളാണ് അല്ലേ. വണ്ടേ ഞങ്ങൾ തന്നെയാണ് ചെത്തി കൊടുക്കട്ടെ എല്ലാവർക്കും. നടക്കാൻ പോകുന്നത് നീല കല്യാണമാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു തോന്നുന്നു. പിന്നെ ഇതാണ്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മേൻ്റെ അച്ഛൻ കാർത്തികയുടെ പ്രമുദ്രിക്കുന്നത് ഫുൾ ആൾക്കൂട്ടാണ് മുന്നിട്ടാൻ കാണിച്ചത്. നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ. കല്യാണത്തിന്റെ പരിപാടികൾ തകർപ്പായിട്ട് നടന്നുകൊണ്ടുണ്ട്. നമ്മള് കുറച്ചാളിങ്ങനെ റോട്ടുമ്പിൽ പോസ്റ്റായിട്ടുണ്ട്. കല്യാണം എൻ്റെ ആണെങ്കിൽ ഇവിടെ വൻ പരിപാടി കേട്ടോ. പാട്ടും കൂത്തൊക്കെ നടക്കുന്നത്. എനിക്ക് എന്നാ പരിപാടി ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഫുള്ളി എക്സൈറ്റഡ് ആണ്. ഒരു ഐഡിയ ഇല്ലാണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഉണ്ടാവില്ലേ പാട്ടെ? സ്വാഭാവികമായിരിക്കും. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നിട്ട് അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പോൾ സ്റ്റേറ്റ്യൂഡ് ബാക്കി കൂടെ കാണിച്ചു തരാം. ഒന്നും കല്യാണം എന്തൊക്കെ വാങ്ങണം, എടുക്കാൻ പറ്റും, ഏതൊക്കെ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. പറ്റും പോലെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇല്ല ഇപ്പം ചിലപ്പോൾ പാട്ടാണ് ഞാൻ ക്യാമറമാനായിട്ട് ഹയർ ചെയ്യുന്നതായിരിക്കും. തെറ്റാം. ഇപ്പം കണ്ടത് ചുറ്റുപാട് എടുക്കുന്നുണ്ടാ. ഇത് വേറെ ഒന്നല്ല കേട്ടോ, വട്ടപ്പാട്ട് എന്നാണ് സാധനമാണ്. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും വീഡിയോ എടുക്കുകയാണ് ഞാൻ കാണിച്ചത്. ഞാൻ നടുക്ക് കുത്തിന് എടുത്തിട്ടുള്ളത് സീനാണ് കഴിച്ചത്. കല്യാൺ ചക്കര ഇരിക്കില്ല കേട്ടോ. എലമുറി മഹോത്സവം ഇതാട്ടാ പിന്നാൻ പുറന്ന് നടന്നത്. ഒരുപാട് പുള്ളിപ്പിടം ആവേശം തുടക്കൽ ഇത്ര പിന്നെ അതിന്റെ ജീവിതത്തിൽ പോകുന്നത്. അയ്യോ കല്യാണത്തിന്റെ തലേ ദിവസത്തെ പരിപാടികളാണ് കാര്യം നടന്നു തുടങ്ങുന്നത്. അതിനോടൊക്കെ ഫുള്ള് നമ്മുടെ ടീം ഫുള്ള് എല്ലാം കൊണ്ട് സെറ്റായി പരിപാടി നടന്നു. അതെ, ഇതാണ് നമ്മുടെ നാടൻ കല്യാണത്തിന് അച്ഛനൊക്കെ ഫുള്ളോണാണ്. എങ്ങനെയെങ്കിലും പരിപാടികൾ ഇവിടെ തീർക്കണം. വൈകുന്നേരത്തെ അതായത് രാത്രി 12-1 മണിക്കുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കണ്ട. ഫുള്ളായിട്ട് നടന്നുകൊണ്ട് എല്ലാം കൊണ്ട് ഫുള്ളി ആക്ടിവിറ്റി. ഇല തുടക്കല്, ഇല മുറിക്കല് പരിപാടികളാണ്. അല്ല ഇത് വീഡിയോ എല്ലാവരും ഫുള്ളി ആക്റ്റീവാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെ ഇടയിൽ എനിക്ക് അറിയില്ല എത്രത്തോളം നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാനാവുന്നുള്ളത്. എന്നാൽ എൻ്റെ കല്യാണമാണ്.
ഞാൻ നാട്ടുകാരെ മൊത്തം കല്യാണം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണം എന്നെ കൊണ്ടാവും പോലെ ഞങ്ങളെ കാണിച്ചിരിക്കും, അതെൻ്റെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വീഡിയോസ് എടുക്കുന്നത്. എത്രത്തോളം കാണിക്കാനാവുമെന്ന് അറിയില്ല. മണ്ഡപത്തെ കാര്യത്തിൽ വീഡിയോ എടുക്കുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചിരിക്കും. വേണ്ട നാട്ടു റോഡ് ഇരിക്കുന്നുണ്ട, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന പരിപാടി ഇതാ. അരുണുണ്ട്, മിത്തുണ്ട്, മുത്തണ്ണുണ്ട്, ഫുൾ ടീം എല്ലാവരും രാത്രി 1 മണി 2 മണി ആകുന്ന സമയത്തും ഇവിടെ തന്നെ ഫുള്ളി ആക്റ്റീവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയില്ല. പറ്റുന്ന പോലെ ഞാൻ കാണിച്ചിരിക്കും, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറ്റുന്ന പോലെ ഞാൻ കാണിച്ചിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു അബിയാക്സ് ബ്ലോഗ്സ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പം സീ യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഉറങ്ങുന്നതൊക്കെ ഉറങ്ങിക്കോ. ഫുൾ പവറാണ്. കണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ ആയിരുന്നു തലേ ദിവസമുള്ള പരിപാടികൾ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഇനി പറയില്ല. ഇന്നിപ്പോൾ എണീറ്റേ ഉള്ളൂ. പുടവേൻ്റെ ടീം പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുറച്ചായിട്ട് പറ്റും പോലെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അബിയാക്സ് ബ്ലോഗ്സ്. ബൈ ബൈ, സിയ. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 5 മണി, പക്ഷേ 6 മണി. അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് കണ്ണൂരേക്ക് പോയാൽ മാത്രം 11 മണിൻ്റെ മുന്നേ അവിടെ എത്തും. 11 മണിക്ക് വേണം മുഹൂർത്തം. ആ സമയം കടത്തണം. അപ്പോൾ എല്ലാം റെഡി ആകുന്നുണ്ട്. എൻ്റെ പരിപാടി കേട്ടോ. ഓട്ടത്തിലാണ്. അപ്പോൾ ഇന്നലെ ഗാനവെള്ളം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണിക്കാൻ പറ്റിയില്ല. പേരും തിരക്കായിരുന്നു. സത്യം പറയാമല്ലോ, പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലായി. നിന്ന് കാലൊക്കെ വേദന രക്ഷാവസ്ഥയിലായിരുന്നല്ലേ. വന്നു കരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ഉണ്ടോ, ഒന്നും കാണിച്ചില്ല. പറ്റാത്തോട്ടെ, ഞാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇനിയോ ഇന്നാണ് നമ്മുടെ കല്യാണം. ടുഡേ ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ഓ മൈ ഗോഡ്. അപ്പോൾ രാവിലെ കുറിച്ച് സെറ്റാട്ടെ. ഈ ലുക്കിൽ നിന്ന് മാറി മണവാള ലുക്കിലോട്ട് മാറ്റേ എന്നിട്ട് വരാം. അപ്പോൾ സീനാണ് കേട്ടോ. ഇതേ മാച്ചിണ്ട് വേക്കിരിക്കുന്നത്. ഇത് സീന് പരിപാടിയാ മക്കളെ. അശു ഹായ് പറഞ്ഞേ. അശു നാളെ തുടങ്ങിയ സീന് മീൻസ് സീനാണ്. ഈ ബാക്കിയുള്ള എല്ലാത്തിനും കല്യാണത്തിനൊക്കെ പോയി നിൽക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടല്ലോ, നല്ല സീനാണ്. ഡാർക്ക് അത് അല്ലേ മാറ്റിയ സ്വന്തം കല്യാണം വരുമ്പോൾ സീനാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പുറപ്പെടുകയാണ്. എന്താ സെറ്റായിട്ട് കാണുന്നത് നിങ്ങൾ. ഓക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം മെല്ലെ 5 വീട്ടിലേക്ക് അതായത് സച്ചിനെത്തിയിട്ടുണ്ട്. വീടാണ് കേട്ടോ. മാമേപ്പം വേക്കിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഒടുവിൽ ഇവിടെ എത്തി. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. സീനാണ്, നോക്കട്ടെ കിടപ്പി 5 ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി എത്രത്തോളം വീഡിയോ എടുക്കാനാവുന്നൊന്നും അറിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ എത്തി. കണ്ട ഞങ്ങൾക്ക് ബൊക്കൊക്കെ തന്നു. ബൊക്കല്ലേ, അതിന് ബൊക്കൊക്കെ തന്നിട്ടുണ്ട്. മണ്ടപൊക്കെ സെറ്റാണ്ട സെറ്റ് ആവാം. ഓ പക്ഷെ നിങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ എത്തുന്നില്ല. അതിനുള്ള മത്സരം എത്തുന്നില്ല. അപ്പോൾ എത്തിയിട്ട് ഇനിയിപ്പോൾ അച്ഛൻ്റെ ഇവിടെ എന്താട്ടോ മണ്ഡപം വരുന്നത്. അതിൻ്റെ മുകളിൽ കയറ്റി കിടക്കണമെന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, മത്സരം പറ്റുമോ. അപ്പം ഇനി ഞാൻ ബാച്ചിലർ ലൈഫിൽ നിന്ന് എന്നാ മാരീഡ് ലൈഫിലോട്ട് പോയിട്ട് വരാം. ബൈ ബൈ. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match, it ignites the flame. I'm the TNT, but you're
അപ്പം അങ്ങനെ ഇതാ കല്യാണം കഴിഞ്ഞത് അവളുടെ ഫോട്ടോ എടുത്തോണ്ട് കല്യാണത്തിന്റെ വീഡിയോ ആരെങ്കിലൊക്കെ എടുത്തിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല ചേട്ടാ. അങ്ങനെ ഒടുവിൽ അങ്ങനെ എൻ്റെ സിംഗിൾ ലൈഫ് ബാച്ചുലർ ലൈഫ് തീർന്നിരിക്കുന്നു ഗൈസ്. ബാച്ചുലർ ലൈഫ് തീർന്നു. അങ്ങനെ ഒരു അനിയനെ കല്യാണം കഴിപ്പിച്ചു. അയ്യോ 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 കല്യാണം കഴിഞ്ഞെന്നല്ല. അങ്ങനെ നമ്മളെ അനിയൻ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഞാൻ വിവാഹിതനായി കഴിഞ്ഞു. ഡാൻസ് കൂട്ടിയിട്ട് ഞങ്ങളെ എൻജോയ്. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ബാക്ക് ചെയ്യുന്നു. 5നെ കൊണ്ട് പോകുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോ കൂടെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. പറ്റുന്നവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.
പിന്നെ കൈസ് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അഞ്ചിനെയും മാമിനൊക്കെ വണ്ടിയിൽ കയറ്റി നമ്മൾ നേരെ അവിടെ തിരിച്ചു. ചെറുതായിട്ടൊക്കെ കരണമെങ്കിൽ സീനൊന്നുമില്ലായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു.